എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഇവിടെ ഈ സായാഹ്നത്തിൽ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പമുള്ള ശ്രീ ആർ മോഹൻ എഴുതിയിട്ടുള്ള ഇന്ത്യാസ് ഫെഡറൽ സെറ്റപ്പ് ജേർണി ത്രൂ 7 decades എന്ന പുസ്തകത്തെ കുറിച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. ശ്രീ മോഹൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണററി ഫെലോ ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസിൻ്റെ അംഗമായിരുന്നു. ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് റിസൈൻ ചെയ്തിട്ട് അതിനുശേഷം പല അക്കാഡമിക് ആൻഡ് ജേർണലിസ്റ്റിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ച നമ്മൾ മലയാളവും ഇംഗ്ലീഷും രണ്ടും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കെല്ലാം കൂടെ അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യാം. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതിനുപരി വളരെ ടൈംലി ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇന്ന് ലോകമെമ്പാടും അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആർട്ടിക്കിൾസ് പുറത്തു വരുന്നുണ്ട്, പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഫെഡറലിസത്തെക്കുറിച്ച് വേണ്ടത്ര ഗൗരവമുള്ള ആധികാരികമായ ചർച്ചകളും പുസ്തകങ്ങളും ഇറങ്ങുന്നില്ല. ഉണ്ടെങ്കിൽ അത് പോരാ എന്ന അഭിപ്രായക്കാരനാണ്. ആ ഒരു കുറവ് നികത്തുന്ന ഒരു പുസ്തകമാണ് ശ്രീ മോഹൻ്റെ ഇന്ത്യാസ് ഫെഡറൽ സെറ്റപ്പ്. നിയമത്തെക്കുറിച്ചും പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ചും എല്ലാം അറിയാൻ താല്പര്യമുള്ളവർ നിർബന്ധമായി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഉണ്ട്, പൊളിറ്റിക്കൽ ട്രെൻഡ്സിൻ്റെ അനാലിസിസ് ഉണ്ട്, പല കാലഘട്ടങ്ങളിലെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ചുള്ള അനാലിസിസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രെൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസും പലതുമുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പുസ്തകമാണ്. അഭിനന്ദനങ്ങൾ ശ്രീ മോഹൻ. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു വിമർശനമല്ല, എന്നാൽ ഒരു സങ്കടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായത്, പല ട്രെൻഡ്സ് വളരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും പല ഭാഗങ്ങളിൽ കറക്റ്റായ അനാലിസിസ് ഉണ്ടെങ്കിലും അവസാനത്തെ കൺക്ലൂഷൻ അല്പം സോഫ്റ്റായിപ്പോയി. യു ആർ നോട്ട് കോളിങ് എ സ്പെയ്ഡ്, യു ഹാവ് പുൾഡ് യുവർ പഞ്ചസ് എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇന്ത്യാസ് ഫെഡറൽ സെറ്റപ്പ് ജേർണി ത്രൂ 7 decades എന്നല്ല, ഇന്ത്യൻ ഫെഡറലിസം ഇൻ ഡീപ്പ് ക്രൈസിസ്, ഫെഡറലിസം ഓൺ ദ വേർജ് ഓഫ് കൊളാപ്സ് എന്നായിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മോഹൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വേണു രാജാമണി സാറിൻ്റെ ഈ പ്രതികരണം അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് I would like to say one thing. As a writer, or to say as a new entrant to the field, I thought I would place certain facts before the readers, and it is for the readers, or for the intelligent readers, to draw a conclusion. But regarding the optimism which I placed in the last paragraph of the book, ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിൽ there is enough reason for hope എന്ന് പറയുന്നത് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി എന്നുള്ള വിമർശനം സാറും മറ്റു പലരും എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്കതിനുള്ള ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എഴുതിയ ഒരു വാക്കാണത്. ഞങ്ങൾ 1-2 കൊളീഗ്സായിട്ട് കൺസൾട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിൽ എനിക്ക് പറയാൻ അടിസ്ഥാനമായി ഞാൻ കണ്ടത്, when there was despair at its peak, when our democracy was near the cliff, it is the common citizen of the country who brought it back. 1977 is one example. I am not blaming any character. 1975 അടിയന്തരാവസ്ഥയിലോട്ട് എത്തിച്ച സംഭവ വികാസങ്ങളെപ്പറ്റി ഇന്നും ഡിബേറ്റുകളുണ്ട്, അതിനെപ്പറ്റി തർക്കിക്കില്ല. പക്ഷേ when there was darkness around, democracy was brought back. Jayaprakash Narayan famously said in 1977, when somebody asked him,
whether Indira Gandhi would come back to power or not. After Indira visited him in his house, they had a very great personal equation, barring the political differences apart. One journalist asked him whether Indira Gandhi will come back to power. JP said, maybe, may not be. But one thing I can tell you, she will dare not declare another emergency. That has not happened till date. Declared or undeclared, there is another debate. I mean, I am not going into the post-2014 situation, which I reserve for his comments and then answer. ഒരുപാട് ഡെസ്പറേഷനിൽ നമ്മൾ people have brought from the cliff to the back. Indian judiciary has brought us from the deep mess we had landed. That is how the use of Article 356 became scarce after 1994. But we cannot rest on the laurels. അതായത് നമുക്കിതിൽ വിശ്രമിക്കാൻ കഴിയില്ല. ഇന്ന് ധാരാളം കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന അവസ്ഥയിൽ ഇതിനെതിരെ കുറച്ചുകൂടി ഷാർപ്പായി പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. താങ്ക് യു. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി അത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ചും ഇന്ത്യൻ ഏത് രീതിയിലുള്ള ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പദപ്രയോഗം തന്നെ ഫെഡറലിസത്തിന് ശക്തി നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു യൂണിയൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു. എന്നാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പടിപടിയായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഫെഡറലിസമായിട്ട് ഒരുപാട് കോംപ്രമൈസസ് നടത്തി. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം രാജ്യസഭയാണ്. ഒരു ഐഡിയൽ ഫെഡറേഷനിൽ അപ്പർ ഹൗസിന് ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. രാജ്യസഭ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം നൽകേണ്ട ഒരു സഭയാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം എടുത്താൽ അവിടുത്തെ അപ്പർ ഹൗസ് സെനറ്റിൽ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ ലോക്സഭ എന്നതുപോലെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നതുപോലെ പോപ്പുലേഷൻ അനുപാതികമായി രാജ്യസഭയിലും നമ്മൾ സീറ്റ് നിർണയിച്ചു. അത് തന്നെ വലിയൊരു കോംപ്രമൈസ് ആയിരുന്നു ഫെഡറലിസത്തിൽ. അതിനുശേഷം എമർജൻസി പവേഴ്സ്, ഗവർണറിൻ്റെ പവേഴ്സ്, ഇതെല്ലാം ഓരോന്നായി വന്നപ്പോൾ അന്നത്തെ ആ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം, കമ്മ്യൂണൽ റൈറ്റ്സും പാർട്ടിഷനും എല്ലാം നടന്ന ഒരു സാഹചര്യമാണ് ഇതിന് കാരണമെന്ന് പലരും വിശേഷിക്കാറുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഇറ്റ് ഈസ് എ ഫെഡറേഷൻ വിത്ത് എ യൂണിറ്ററി ബയസ്. ആ ഏറ്റവും ബയസ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനോടാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടല്ല. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു ബയസുമായിട്ടാണ് സ്റ്റേറ്റ്സും ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും നേരിടുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ സീരീസ് ഓഫ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻസ് തൊട്ട് ഇന്നേ വരെ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ശ്രീ മോഹൻ ഇതിനകത്ത് വിശകലനം ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ഓവറോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഇടയ്ക്ക് ചില ഗ്യാപ്സിൽ സ്റ്റേറ്റ്സിൽ ഭൂരിഭാഗം ഓപ്പോസിഷൻ പാർട്ടീസ് ഭരണത്തിൽ വരികയോ അല്ലെങ്കിൽ കോയലിഷൻ ഗവൺമെൻറ്റ്സ് ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അല്ലാതെ ഫെഡറലിസത്തിന് വേണ്ടത്ര പ്രാധാന്യം ഉണ്ടായിട്ടില്ല, ശക്തി ഉണ്ടായിട്ടില്ല. സർക്കാരിയ കമ്മീഷനെ പോലെ, സുപ്രീം കോർട്ടിൻ്റെ ബൊമ്മൈ ജഡ്ജ്മെൻറ്റിനെ പോലെ ഫെഡറലിസത്തിന് ശക്തി നേരുന്ന പല ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ വളരെ വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിലാണ് 2014 മുതൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് പല വിധത്തിലും ഫെഡറലിസത്തിൻ്റെ മുകളിലേക്ക് പുതിയ ആക്രമണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഗവർണേഴ്സ് തന്നെയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ 9 ആണ്. അവിടെയാണ് ഗവർണറിൻ്റെ റോളിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ എടുത്തു നോക്കിയാൽ അവിടെ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അടിയാണ്. തമിഴ്നാട് എടുത്തു നോക്കിയാൽ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അടിയാണ്. കേരളം എടുത്തു നോക്കിയാൽ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു? ഗവർണറുടെ റോൾ വളരെ വ്യക്തമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സിലും എല്ലാം വിശേഷിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാനായി ഞാൻ ശ്രീ മോഹനെ ക്ഷണിക്കുന്നു. ഞാൻ ആദ്യം സാർ പറഞ്ഞ ഇന്ത്യൻ ഫെഡറലിസം
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനത് ഏകദേശം ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട അവസരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ചരിത്രം. ഇറ്റ് ഈസ് എ ഹിസ്റ്ററി, ഇറ്റ്സ് എ കറ്റീന ഓഫ് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. 1952 മുതൽ 67 വരെ ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കേരളത്തിലെയും ഏകദേശം പെപ്സുവിലെയും ഒറീസയിൽ ഇടയ്ക്ക് വന്ന കോയലിഷൻ ഗവൺമെൻറ് ഒഴിച്ചാൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് സ്ട്രക്ചർ, ഇറ്റ് വാസ് നോട്ട് എ കോൺഗ്രസ് പൊളിറ്റിക്സ്, ഇറ്റ് വാസ് എ കോൺഗ്രസ് സ്ട്രക്ചർ. ഇന്ത്യ ഒരു കോൺഗ്രസ് ഘടനയിലായിരുന്നു, നെഹ്റൂവിയൻ പോളിറ്റിക്സ്. അത് കഴിഞ്ഞ 67-ൽ സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നു. അവിടെയാണ് ഗവർണർമാർ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ആദ്യ പരീക്ഷണം ഇന്ത്യൻ ജനാധിപത്യം നേരിട്ടത്. പശ്ചിമ ബംഗാളിൽ ധർമ്മവീര. ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് മധ്യപ്രദേശിൽ മൈസൂർ മുഖ്യമന്ത്രിയായിരുന്ന KC റെഡ്ഡി, ചെങ്കൽവരായ റെഡ്ഡി ഗവർണറായി. ഇപ്പോൾ മധ്യപ്രദേശിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിന്, അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. 10-11 MLA അതിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ഗവർണറുടെ വസതിയിൽ പോയി അവകാശവാദം ഉന്നയിക്കുകയാണ്. ഗവർണർ പറയുന്നു, നാളെ സഭയുണ്ടല്ലോ, സഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസിൻ്റെ ചർച്ച വരുന്നല്ലോ. ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസിൻ്റെ ചർച്ചയിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടാൽ ഗവൺമെൻറ് വീഴുന്നു, പിന്നെ നോക്കാം നമുക്ക്, വിൽ സീ ടുമോറോ. പക്ഷേ 11:30 മണിക്ക് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസിൻ്റെ ചർച്ച വരുമ്പോൾ 11 മണിക്ക് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ദ അസംബ്ലി സ്റ്റാൻഡ്സ് പ്രൊറോഗ്, ദ ഗവൺമെൻറ് സർവൈവ്സ്. ഇതൊരു ഉദാഹരണമാണ്, ഞാൻ ആരുടെയും പുറത്ത് കരിവാരി തേക്കിയല്ല. ഇതിങ്ങനെ 9 സർക്കാരുകളെ ജനതാ പാർട്ടി പിരിച്ചുവിട്ടു, പിന്നെ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന് അതിനൊരു പ്രതികാരം ചെയ്തു. ഇങ്ങനെ SR ബൊമ്മയുടെ ജഡ്ജ്മെൻറ്റ് വരുന്നത് വരെ എന്തായിരുന്നു ഗവർണർമാർ എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. സർക്കാരിയ കമ്മീഷനും പുഞ്ചി കമ്മീഷനും എന്തായിരിക്കണം ഗവർണർമാർ എന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു മനോഹരമായ പ്രസംഗം ചെയ്തു. ഹി വാസ് സ്പീക്കിംഗ് അഗൻസ്റ്റ് ദി എലക്റ്റഡ് ഗവർണേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്സ്. ഏറ്റവും അധികം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന ആർഗ്യുമെൻറ്റ്, ഇഫ് ദ ഗവർണർ ഈസ് എലക്റ്റഡ്, ഹീ ഈസ് എലക്റ്റഡ് ബൈ ദ ഹോൾ എലക്ട്രേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഹീ വിൽ സ്റ്റാൻഡ് അബവ് ദ ചീഫ് മിനിസ്റ്റർ ഹു ഈസ് എലക്റ്റഡ് ഫ്രം എ മിയർ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് എലക്ടേഴ്സ്. അപ്പോൾ ഗവർണർ മുഖ്യമന്ത്രി സംഘടനം കൂടുമെന്നാണ് പറഞ്ഞത്. ഇന്ന് നോമിനേറ്റഡ് ഗവർണർ വന്നു. ഗവർണർ മന്ത്രിസഭാ സംഘടനകൾ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്താണ് ഇതിന് കാരണം? ആർ ഗവർണേഴ്സ് ആക്ടിങ് ആസ് സെൻറ്റിനൽസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അൺഫോർച്ചുനേറ്റ്ലി നോ. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭകളുടെ പേരിൽ തെറ്റുണ്ടോ? അതും പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഗവർണറും മന്ത്രിസഭയും തെരുവിൽ തല്ലുകൂടുന്ന ഒരവസ്ഥയല്ല നോമിനേറ്റഡ് ഗവർണർ സിസ്റ്റത്തിൽ ഭരണഘടനാ സഭ വിവക്ഷിച്ചത്. ഇന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്തൊക്കെ പാടില്ല എന്ന് വിവക്ഷിച്ചുവോ അതൊക്കെ നടന്നു വരികയാണ്. വൺ പ്രൈം തിങ് ഈസ് ദ റോങ് നോഷൻ അബൌട്ട് ദ വിഡ്ത്ത് ഓഫ് ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദ ഗവർണർ. വിവേചനാധികാരം എവിടെ വരെ എന്നുള്ളതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് നമ്മുടെ മീഡിയയിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ. രാഷ്ട്രീയ തിമിരം മൂലം ഈ വഴക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന പലരും വെസ്റ്റ്മിനിസ്റ്റർ ഡെമോക്രസിക്ക് ഇത് ഭൂഷണമാണോ എന്ന് ആലോചിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ സത്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്നുമില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നടക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഭരണത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ എൻറ്റയർ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാവിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം അവരുടെ ക്വാളിറ്റിയെയും അവരുടെ മൊറാലിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു സത്യമാണ്. ഈ പുസ്തകത്തിൽ ഇല്ലാത്തൊരു ടോപ്പിക്, പ്ലീസ് ഗോ അഹെഡ്. യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഒരൊറ്റ പോയിന്റ്. ജസ്റ്റിസ് മദൻ മോഹൻ പുഞ്ചി, ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ്, അദ്ദേഹം അധ്യക്ഷനായ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു പഠനമുണ്ടായത് 2006-ൽ. അതിനെപ്പറ്റി ഒരു അക്കാഡമിക് ആർട്ടിക്കിൾ പോലും വന്നില്ല. അദ്ദേഹം ഖണ്ഡിതമായ ആ സമിതി, NR മാധവമേനോൻ അംഗമായിരുന്ന സമിതിയാണ്, ചാൻസലറായി ഗവർണറെ എന്തുകൊണ്ട് നിയമിക്കാൻ പാടില്ല എന്ന് പല പേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗവർണറെ യൂണിവേഴ്സിറ്റികളിൽ ഇരുത്തി അതിലെ വഴക്കുകളിലെല്ലാം ഗവർണറെ കക്ഷിയാക്കരുത്, അദ്ദേഹം അതിന് മുകളിൽ നിൽക്കേണ്ട ആളാണെന്ന് വളരെ വ്യക്തമായ ആ കമ്മീഷൻ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആ കമ്മീഷണർ ശുപാർശ നടപ്പാക്കിയതല്ല, ഒന്ന് പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നും നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം 2026-ൽ വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻ എക്സസൈസാണ്. ഇത് എത്രത്തോളം ഇന്ത്യൻ ഫെഡറലിസത്തിന് ഒരു ഭീഷണിയായി മാറും?
ഇന്ത്യൻ ഫെഡറലിസത്തിന് ഡീലിമിറ്റേഷൻ ഭീഷണിയായി മാറുമെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന കാര്യമാണ്. ഭീഷണിയാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഫെഡറലിസം ഓർ ഫെഡറൽ പ്രിൻസിപ്പിൾസ്, ഇന്ത്യ ഫെഡറൽ ആണോ എന്നുള്ള ചോദ്യം ഇവിടെ നിന്നൊക്കെ വരാം. ഇന്ത്യ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ക്വാസൈ ഫെഡറൽ ബൈ KC വിയർ. ചാൾസ് ഹെൻറി അലക്സാൻഡ്രോവിച്ച് എന്ന പണ്ഡിതൻ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന അദ്ദേഹം ഇന്ത്യ ക്വാസൈ ഫെഡറൽ അല്ല, ഫെഡറലാണ്, ആവശ്യമെങ്കിൽ യൂണിറ്ററി ആവും. സുപ്രീം കോടതി മനോഹരമായി പറഞ്ഞത് ഒരു കരയിലും കടലിലും ജീവിക്കുന്ന ഫെഡറലിസം, ഇറ്റ്സ് ആൻ ആംഫീബിയൻ, ആമയെ പോലെയാണ് ഇന്ത്യൻ ഫെഡറലിസം. അതായത് കരയിലിട്ട കരയിലും ജീവിക്കും, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ യൂണിറ്ററി ആയി മാറും. അങ്ങനെ ഒരു ആംഫീബിയൻ ബീയിങ് ആണ്. അപ്പോൾ ഡീലിമിറ്റേഷനിൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നം, പോപ്പുലേഷൻ ഓഫ് 1971 നമ്മൾ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വി ആർ സേയിങ് ഗുഡ് ബൈ ടു ദ 1976 ജനസംഖ്യാ നയത്തോടെ നമ്മൾ ടാറ്റ പറയുക. വരുന്ന പ്രശ്നം, ചില സംസ്ഥാനങ്ങൾക്ക് ക്രമാതീതമായി ലോക്സഭാ സീറ്റുകൾ കൂടുകയും ചിലർക്ക് കുറയുകയും ചെയ്യും. അതെങ്ങനെ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ചയിലൂടെ നോക്കിക്കാണുന്നു എന്നത് വലിയ വിഷയമാണ്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഭാഷ മാതൃഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായി കുറയുകയും ഭാഷാപരമായ അസന്തുലിതാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകുകയും ചെയ്താൽ ഫെഡറലിസം വിൽ ബി ഇൻ പെരിൽ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇന്ന് ഫെഡറലിസം ഈസ് ബിൽഡിംഗ് യൂണിറ്റി ഫ്രം ബിലോ. എ ഡീലിമിറ്റേഷൻ ഷുഡ് നോട്ട് ആക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ദ യൂണിറ്റി ഫ്രം എബവ്. രാജ്യസഭയിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം അതിന് നല്ലൊരു പരിഹാരമാണ്. അല്ലെങ്കിൽ 1971 നിന്നും നമ്മൾ എന്തുകൊണ്ട് ഡീഫ്രീസ് ചെയ്യണം എന്നുള്ള ചോദ്യം ഇനിയും ഉയർന്നു നിൽക്കുകയാണ്. ഇത് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്, അതിലോട്ട് ഞാനിപ്പം ഡീപ്പായി കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ വന്നാൽ നിലവിലെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഫെഡറൽ ഘടനയല്ല ഒരു ഭൂരിപക്ഷ സർവാധിപത്യത്തിലോട്ട്, ഇൻ എവരി സെൻസ് ഓഫ് ദ വേർഡ്, ഒരു ഭൂരിപക്ഷ സർവാധിപത്യം ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലുകളെ സംരക്ഷിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തെ പോലെ പോപ്പുലേഷൻ കൺട്രോളിൽ വൻപിച്ച വിജയം നേടിയ ഒരു സംസ്ഥാനത്തിൻ്റെ ആ റെപ്രസെൻറ്റേഷൻ ലോക്സഭയിൽ ഇന്ന് 20 ആണെങ്കിൽ അത് ചിലപ്പോൾ 10 കുറഞ്ഞു എന്ന് പറയും. നേരെ മറിച്ച് പോപ്പുലേഷൻ കൺട്രോളിൽ ഏറ്റവും പരാജയമായ ഒരു ഉത്തർപ്രദേശിൽ ഇന്ന് 80 സീറ്റാണ് ലോക്സഭയിൽ അവർക്കുള്ളത്. ഓൾറെഡി ദേ ആർ എ ഹ്യൂജ് ഡോമിനൻ്റ് ഫോഴ്സ്. അത് 80-ൽ നിന്നും 120 സീറ്റായി മാറും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഏറ്റവും വലിയ പരാജയമായ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ ഭരിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നന്നായി മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസിൽ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ വോയിസ് ഇല്ലാതെ ആകിപ്പോകും എന്ന ഒരു ഭയം പലരും പറയുന്നുണ്ട്. ഈ കാര്യം തീരുമാനിക്കാൻ പോകുന്നത് വരുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു, എന്ത് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു എന്നുള്ളത് 2026 ഡീലിമിറ്റേഷൻ എക്സസൈസിനെ കുറിച്ചുള്ള തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ജനാധിപത്യത്തിനുള്ള അപകടങ്ങൾ പോലെ തന്നെയാണ് ഫെഡറലിസം ഇന്ന് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന അപകടങ്ങൾ. ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചോളട്ടെ. ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വൺ കൺട്രി വൺ എലക്ഷൻ എന്ന ഒരു കൺസെപ്റ്റ് പ്രൈം മിനിസ്റ്റർ മോദി പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രൈം മിനിസ്റ്റർ മോദിയും BJP സർക്കാരും അവർ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യകാലങ്ങൾ തൊട്ട് ഉന്നയിച്ചിട്ടുള്ള പല അജണ്ട ഐറ്റംസ് ഓരോന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുവാണ്. കശ്മീരും ആർട്ടിക്കിൾ 370 അബോളിഷ് ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ അയോധ്യ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് 22-ാം തീയതി. നാളെ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വൺ കൺട്രി വൺ എലക്ഷൻ എന്ന കൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നാൽ ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന എത്ര വലിയൊരു പ്രഹരമായിരിക്കും. ഒരു ചരിത്ര പരിശോധന നടത്തിയാൽ ഇന്ത്യ രാജ്യത്ത് വൺ കൺട്രി വൺ എലക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1952 മുതൽ 67 വരെ വി ഹാഡ് വൺ കൺട്രി വൺ എലക്ഷൻ. തിരുവിതാംകൂർ, കൊച്ചിയും കേരളവും ഒരു അപവാദമാണ്. 59 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു, 60 ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നു, 65 വന്നു. അങ്ങനെ ഇത് വിട്ടാൽ 67-71 സംസ്ഥാന സർക്കാരുകളുടെ കൊഴിഞ്ഞുപോക്കും, ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ശേഷം ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് 71 മുതലാണ് വൺ കൺട്രി വൺ എലക്ഷൻ ഇല്ലാതായത്. ഞാൻ അതിനേക്കാളും വലിയൊരു പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി കാണുന്നത് വൺ എലക്ഷൻ വൺ സ്ലോഗൻ. ഒരെലക്ഷൻ ഒരു തെരഞ്ഞെടുപ്പ് ഒരു മുദ്രാവാക്യം. ഇത് 77 മുതൽ ഇങ്ങോട്ട് ഒരെലക്ഷൻ ഒരു മുദ്രാവാക്യമാണ്.
തിരഞ്ഞെടുപ്പുകൾ ഈവൻറ്റ് മാനേജ്മെൻറ്റുകളായി മാറുന്നു. തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന വിഷയങ്ങളും കേന്ദ്ര വിഷയങ്ങളും ചിലപ്പോൾ ഒന്നിച്ചൊരു തരംഗ തിരഞ്ഞെടുപ്പുകൾ, വേവ് എലക്ഷൻസ് ഉണ്ടായാൽ there is no doubt there will be again a single party domination throughout. ഇപ്പോൾ നമുക്കൊരു കാലിഡോസ്കോപ്പ് ഉണ്ട്. കേന്ദ്രത്തിൽ ഒരു ഏകകക്ഷി മേധാവിത്വം ഉണ്ടെങ്കിൽ 10-12 സംസ്ഥാനങ്ങൾ വിവിധ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്നുണ്ട്. ഇത് മനോഹരമായൊരു സിനാരിയോ ആണ്. ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെങ്കിലും വൺ കൺട്രി വൺ ഇലക്ഷൻ വന്നാൽ ചിലപ്പോൾ ഇതിനി ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും ഒരു കക്ഷിയുടെ തരംഗത്തിൽ എല്ലാം അങ്ങ് കയറിപ്പോകും. അത് ബഹുസ്വര ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല എന്നാണ്. എന്തൊക്കെ ചിലവുണ്ടായാലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഇതിലെ ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഒരു കമ്മീഷൻ ഇപ്പോൾ തന്നെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരത വൺ കൺട്രി വൺ ഇലക്ഷനിലല്ല, വൺ ഇലക്ഷൻ വൺ സ്ലോഗൻ ആൻഡ് വേവ് ഇലക്ഷനിൽ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു ഭീഷണി എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന ആ കൺസെപ്റ്റ് തന്നെ തെറ്റാണ്, അത് മാറ്റിവെക്കണം എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് തന്നെ ഒരു ആഹ്വാനം ഉന്നയിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എത്രത്തോളം ക്രൂഷ്യലാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വൺ കൺട്രി വൺ ഇലക്ഷനെ കുറിച്ചുള്ളൊരു ചർച്ച. മോഹൻ, പെട്ടെന്ന് 2 ക്വസ്റ്റ്യൻസ് കൂടി. ഒന്ന്, ഫിസ്ക്കൽ ആർഗ്യുമെൻറ്റ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പുസ്തകത്തിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സേഷൻ പവേഴ്സ് മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സിമ്പിളായിട്ട് നമ്മുടെ ഓഡിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞാനിത് ഒരു കേന്ദ്ര സംസ്ഥാന തർക്കം അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം അടിസ്ഥാനപരമായി അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ മോസ്റ്റ് ബോയൻ ടാക്സസ് ഫോർ ഗുഡ് എക്കണോമിക് റീസൺസ് കേന്ദ്രത്തിൻ്റെ കയ്യിലും ചെലവുകളുടെ ആധിക്യം സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലുമാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥ, വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ്, ഇത് ആക്സിഡൻ്റലായിട്ട് ഉണ്ടായതല്ല, ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലോജിക്കുണ്ട്, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അതിനാണ് നമ്മൾ ധനകാര്യ കമ്മീഷനുകൾ വയ്ക്കുന്നത്. ധനകാര്യ കമ്മീഷനുകളുടെ മാനദണ്ഡങ്ങൾ പലപ്പോഴും ചില സംസ്ഥാനങ്ങൾക്കെതിരെ വരുന്നു എന്ന് 11ാം ധനകാര്യ കമ്മീഷൻ മുതൽ സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായമുണ്ട്, ഒഡീഷയ്ക്ക് അഭിപ്രായമുണ്ട്, ചിലപ്പോൾ പശ്ചിമ ബംഗാളിന് അഭിപ്രായം വരുന്നുണ്ട്. ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും ഒരു സോഫ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ അവർക്ക് ചിലവുകൾ കുറയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ, ഞാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പറ്റി പറയുകയല്ല, എവിടെ തൊട്ടാലും പൊള്ളും. നടക്കുന്ന ഓരോ മനുഷ്യനും ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ ഗ്രൂപ്പാണ്. ഞാനൊന്നും ഇവിടെ ഇരിക്കുന്ന, ഞാൻ എല്ലാവരെയും പറയില്ല, എൻ്റെ കാര്യം തന്നെ പറയാം. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. അപ്പോൾ എവിടെ ചിലവിൽ തൊട്ടാലും സർക്കാരിന് ലൂസ് കോൺടാക്റ്റാണ്, ഷോക്ക് അടിക്കും ജനാധിപത്യ സർക്കാരിന്. അത് LDF സർക്കാരോ UDF സർക്കാരോ BJP സർക്കാരോ എന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല കൺവീനിയൻറ്റ് ടൂൾ എന്താണ്? അവിടെ പറയുക എന്നുള്ളതാണ്. അതിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ട്രൂത്ത് ഉണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് ദ ഹോൾ ട്രൂത്ത്. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പാവപ്പെട്ടവന് കൊടുക്കേണ്ട ചെലവുകൾ മാറ്റിവെച്ചാണ് സമൂഹത്തിലെ വരേണ്യവർഗത്തിൻ്റെ ശമ്പളവും പെൻഷനും പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെ വളരെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. ഞാനിതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്ന് പറയുകയല്ല. ഇത് എല്ലാ കക്ഷികളും ഒരു സമൂഹത്തിൽ ഒരു കോൺസെൻസസ് വരേണ്ട കാര്യമാണ്. അത്ര എളുപ്പമൊന്നുമല്ല. കേരളം പോലെ ഇത്ര ഡീപ്ലി പൊളിറ്റിക്കലി ധ്രുവീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് അത്ര എളുപ്പമല്ല. പക്ഷേ ഈ ഫിസ്ക്കൽ ഇംബാലൻസസ് പരിഹരിക്കുമ്പോൾ ധനകാര്യ കമ്മീഷനുകൾ എങ്ങനെ നീങ്ങണമെന്ന് 16ാം ധനകാര്യ കമ്മീഷൻ വളരെ ഒരു കോൺഷ്യസ് എഫർട്ട് എടുത്തില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഫിസ്ക്കൽ ഗൾഫ് വൈഡൻ ചെയ്താൽ ഡീലിമിറ്റേഷൻ പോലെ തന്നെ അതും ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു കൊളാപ്സിലോട്ടോ പെരലിലോട്ടോ പോകും എന്നുള്ളതിനോട് ഞാൻ യോജിക്കുക. എൻ്റെ ഒരു അവസാന ക്വസ്റ്റ്യനും അത് കഴിഞ്ഞ് നമുക്ക് ഓഡിയൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യനെങ്കിലും എടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. അവസാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഫെഡറലിസം നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷങ്ങൾ റൂൾ ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പരാതികളുണ്ട്. പല വിദഗ്ധന്മാരും സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ പവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഫീലിംഗ് ഉണ്ട്. എന്നാൽ ആർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഡൂയിങ് ഇനഫ്? കേരളം തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ, നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, എന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കേൾക്കുന്നു. എന്നാൽ ചെലവ് ചുരുക്കാനായി എന്ത് കാര്യമാണ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്? എത്രത്തോളം ദൂർത്താണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലുള്ളത്?
അത് തടയാനായിട്ട് നടപടികൾ എടുക്കേണ്ട ഒരു കടമ നമുക്കില്ലേ? ബിഫോർ വി ത്രോ സ്റ്റോൺസ്, ബിഫോർ വി പോയിന്റ് ഫിംഗേഴ്സ്, ആ ഹാൻഡ് ഷുഡ് ബി ക്ലീൻ. അത് ക്ലീൻ ആണോ ഒപ്പോസിഷൻ്റെ? 1982 ധനതത്വശാസ്ത്രം പഠിക്കാൻ ഞാൻ കയറിയ ദിവസം തൊട്ട് ഞാൻ ധനകാര്യ പ്രതിസന്ധിയെ പറ്റി കേൾക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 32 വർഷമായി. 32 വർഷമായുള്ള പ്രതിസന്ധി, ഈസ് ഇറ്റ് എ ക്രൈസിസ് ഓർ എ ന്യൂ നോർമൽ? എൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. സോ വി ഹാവ് ഇൻവൈറ്റഡ് പലതരം ക്രൈസിസുകൾ. അതായത് നമ്മുടെ സ്ഥാപനങ്ങൾ എഫിഷ്യൻ്റായി നടക്കുന്നുണ്ടോ? അൺഫണ്ടഡ് പെൻഷൻ, നമ്മൾ 83 അന്നിവിടെ നിലവിലിരുന്ന സർക്കാർ, അത് UDF-ൻ്റെ സർക്കാരാണ്, ഞാൻ അതിനെ കുറ്റം പറഞ്ഞത്. KSRTC പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. KSRTC പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പെൻഷൻ ഫണ്ടിലേക്ക് തുക നീക്കി വെക്കണം, അത് ചെയ്തില്ല. ശമ്പള പരിഷ്കരണം 5 വർഷം കൃത്യമായി നടത്തി, അത് 6ാം കൊല്ലത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനം ഇപ്പോൾ അത് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ചെയ്യണോ ചെയ്യേണ്ടയോ എന്നല്ല ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു യൂസർ ചാർജ് ഓർ നോൺ ടാക്സ് റവന്യൂ കൂട്ടാൻ ഒന്ന് വന്നാൽ അപ്പോൾ തുടങ്ങും ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ സാമൂഹ്യ ചെലവ് ബാധ്യത, 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് 2000 ആക്കാൻ പോകുന്നു എന്നൊക്കെ പറയാം. അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ സാമൂഹ്യ ചെലവുകളും ടാക്സ് ഹാവൻസിലെ ടാക്സ് റേറ്റുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഐദർ യു കോൺഷ്യസ്ലി മൊബിലൈസ് റവന്യൂ in which you will antagonize a number of sections, or you prune your expenditure or at least rationalize it. അതിനെ ധൂർത്തെന്ന് വിളിക്കാം, അധിക ചെലവെന്ന് വിളിക്കാം, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ പ്ലക്കേറ്റ് ചെയ്യുന്നതെന്ന് വിളിക്കാം, പലതും വിളിക്കാം. പക്ഷേ ഇതെവിടെയെങ്കിലും പോയി മുട്ടിയില്ലെങ്കിൽ, രാഷ്ട്രമീമാംസ എന്തായാലും സംഖ്യകൾ കൂട്ടിമുട്ടിയില്ലെങ്കിൽ സർക്കാർ എവിടെയെങ്കിലും പോയി ഇടിച്ചു ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. താങ്ക് യു. ഓഡിയൻസ് ക്വസ്റ്റ്യൻസ് വേണോ? ഓഡിയൻസ് ക്വസ്റ്റ്യന് സമയമില്ല. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തെ നമ്മളൊരു കോൾ ഫോർ ആക്ഷൻ ആയി കാണണം. ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. ഇതുപോലെ കൂടുതൽ പുസ്തകങ്ങൾ ആവശ്യമാണ്. നേരത്തെ ശ്രീ സക്കറിയ പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റയാൽ പോരാട്ടങ്ങൾ പോരാ, നമ്മൾ വലിയൊരു കൂട്ടായ്മയായി മാറണം. ഇന്ത്യ ഒട്ടാകെ ജനങ്ങൾ ഒന്നിച്ച് ശബ്ദമുയർത്തുവാൻ സാധിക്കണം. ഇത് എളുപ്പമല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഫെഡറലിസവും വലിയ അപകടങ്ങളാണ് നേരിടാൻ പോകുന്ന വരും വർഷങ്ങളിൽ. നമുക്ക് സമയം വളരെ ചുരുക്കമാണ് നമ്മുടെ കയ്യിലുള്ളത്. 2024 പാർലമെൻറ്റ് ഇലക്ഷൻസ് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. അതിൽ ഇന്ത്യൻ ജനത പരമാവധി നന്നായി ഒരു തീരുമാനമെടുക്കും എന്ന വിശ്വാസത്തോടുകൂടി, എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷമയോടെ ഇത് കേട്ടതിന് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകം നന്ദി പറയുക. Thank you so much, dear speakers.